സംവിധായകൻ ജീത്തു ജോസഫിന്റെ ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ പാർട്ട് 1-ൽ ജോർജ് കുട്ടി ഒരു സാധാരണ കേബിൾ ഓപ്പറേറ്റർ ആയിരുന്നു. നല്ല സന്തോഷത്തോടെ കുടുംബം നോക്കി നടത്തുകയായിരുന്നു അയാൾ. ആ കുടുംബത്തിലേക്ക് വെറുതെ ഒരാൾ കയറി വന്ന് സന്തോഷം നശിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അയാളെ കൊന്നു. ആ കൊലക്കേസിൽ സിനിമയെക്കുറിച്ചുള്ള സാധാരണ അറിവ് വെച്ച് എങ്ങനെ സ്വന്തം കുടുംബത്തെ സമർത്ഥമായി രക്ഷിച്ചു എന്നതായിരുന്നു ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ കേസ് അവസാനിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഈ കേസ് റീഓപ്പൺ ചെയ്ത് തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവാം എന്ന് ജോർജ് കുട്ടിക്ക് അറിയാമായിരുന്നു. ഈ കേസ് വീണ്ടും വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അയാൾ ചില മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് ഇയാളുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ കൃത്യമായി കൗണ്ടർ കൊടുത്ത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതായിരുന്നു പാർട്ട് 2. ഇപ്പോൾ പാർട്ട് 3-ൽ ജോർജ് കുട്ടി ഒരു വലിയ പണക്കാരനായി. അയാൾ എഴുതിയ കഥ സിനിമയാക്കി. നിർമ്മിച്ച സിനിമ വലിയ വിജയമായി. ഈ സമയത്ത് മക്കളൊക്കെ വലുതായി. മൂത്ത മകളെ ഒന്ന് കെട്ടിച്ചയക്കാൻ വേണ്ടി കല്യാണാലോചനകൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓരോ ആലോചനകളും മുടങ്ങി പോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരോ പിന്നിൽ നിന്ന് ഈ കല്യാണം മുടക്കാൻ നോക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. തന്നെ ആരോ കെണിയിൽപ്പെടുത്താൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ ആരാണെന്ന് അന്വേഷിച്ച് പോവുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമ ഏകദേശം 2 മണിക്കൂറും 40 മിനിറ്റുമാണ് ഓടുന്നത്. ഇതിൽ ആദ്യത്തെ 2 മണിക്കൂർ ഭയങ്കര ബോറടിപ്പിക്കുന്നതായിരുന്നു. അവസാനത്തെ അരമണിക്കൂർ കുറച്ചൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഈ 2 മണിക്കൂർ ഇത്ര മന്ദഗതിയിലായി പോയതിൻ്റെ പ്രധാന കാരണം ഫസ്റ്റ് പാർട്ടിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് അയാൾ നേരിട്ടത് എന്നതൊരു കൗതുകമുള്ള കാര്യമായിരുന്നു. പാർട്ട് 2-ൽ നോക്കുകയാണെങ്കിൽ പ്രശ്നം വന്നാൽ അതെങ്ങനെ നേരിടണം എന്നതിന് അയാൾ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അത് ചെയ്തു തീർക്കുന്നത് ഒരു രസമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് ചെറിയ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു പോവുകയാണെന്നല്ലാതെ ആ പ്രശ്നങ്ങൾക്ക് ഇയാൾ ഒരു മറുപടിയും കൊടുക്കുന്നില്ല. അതുപോലെ പ്രശ്നം വന്നതിന് ശേഷം മാത്രമാണ് അയാൾ അതിന് ആക്ഷൻ എടുക്കുന്നത്. അത് അവസാനത്തെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ആ പ്രശ്നം നിൽക്കുന്നത്. അതത്ര വലിയ രസമുള്ളൊന്നുമില്ല. അതുമാത്രമല്ല, വീണ്ടും ഇയാളെ ഈ ചക്രവ്യൂഹത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ട്രോങ് എവിഡൻസ് ഇല്ലാതെ ഇയാളുടെ മേൽ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ ജോർജ് കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ പോയി കാണുമ്പോൾ അടുത്ത നിമിഷം തന്നെ അവരിവിടുന്ന് ഫോൺ വിളിച്ച് ജോർജ് കുട്ടി നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ 2 പേർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇയാളെ വിളിച്ചറിയിക്കുന്നു. ഇയാളെക്കുറിച്ചൊരു വല കെട്ടിപ്പൊക്കുന്നുണ്ടെന്ന് ഇയാൾ അറിയാതിരുന്നാലല്ലേ കാണാനൊരു രസം ഉണ്ടാവുമോ? ഇയാൾക്ക് അടുത്ത 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം അറിഞ്ഞാൽ നമുക്ക് എന്ത് രസമാണ് അതിനുള്ളത്. കഴിഞ്ഞ പാട്ടുകളിലൊക്കെ ആശാ ശരത്തിന്റെ ക്യാരക്ടർ നല്ല സ്ട്രോങ് ആയിരുന്നു. സിദ്ദിഖും കൂടെ ഉണ്ടാവും. എന്നാൽ ഈ പാട്ടിൽ ആശാ ശരത്തിനെ ഒരു നടക്കുന്ന ശവം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സിദ്ദിഖാണ് അതിലെതിരായിട്ട് വർക്ക് ചെയ്യുന്നത്. അയാൾ വലിയൊരു മൊസാദ് ലെവലിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളെല്ലാം തീർത്തും ഒക്കെയാണ്. ഈ സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കണ്ടിരിക്കണം. അത് ഓർമ്മയിൽ വെച്ചിരിക്കണം. അതിൻ്റെ കഥാപാത്രങ്ങളെ വരെ ഓർമ്മയിൽ വെച്ചാലേ ഈ 3ാമത്തെ പാർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ പാർട്ട് 1 നോക്കുകയാണെങ്കിൽ ഈ ക്രൈം ത്രില്ലർ സിനിമകളിൽ അതൊരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ആ ഒരു പ്രതീക്ഷയോടെ പോയി പാർട്ട് 2 കണ്ടപ്പോൾ ആ പ്രതീക്ഷകളെ പൂർത്തിയാക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. എന്നാൽ ഈ പാർട്ട് 3 നമുക്കൊരു നിരാശ നൽകുന്ന സിനിമയായി പോയി. ഇതിൽ വേറെ പാർട്ട് 4-ലേക്കുള്ള ലീഡും കൊടുത്തിട്ടുണ്ട്. കഥ തീർന്നു പോയി. ഇതോടുകൂടി കഥ പൂട്ടി പോകുന്നതാണ് നല്ലത്. എങ്കിലും ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ സിനിമ പോയി കണ്ടാൽ അതൊരു ശരാശരി ഓക്കെ രംഗത്തിലുള്ള സിനിമയായിരിക്കും.